വിവാഹത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഈ വഷളത്തരം നമ്മുടെ മഹല്ലിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ മഹല്ലിലെ ഓരോ കുടുംബവും അത് തീരുമാനിക്കണം. അപ്പൊ മഹല്ല് കമ്മിറ്റിയോട് പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടെന്താ ഈ ആൾക്കാർ വിചാരിക്കണ്ടേന്ന് പറയും. പക്ഷെ കുടുംബങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണില്ല. എന്താ കുടുംബങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്തത്? അവിടെ കുടുംബനാഥന്മാർ നിലപാടെടുക്കണം. പക്ഷെ കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയണില്ല. അതിന്റെ കാരണം എന്താ? കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയണമെങ്കിൽ ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും അതിന് കീഴൊതുങ്ങണം. പക്ഷെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, ഭാര്യ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മാവൻ കേൾക്കുന്നില്ല, ആരെങ്കിലും കുറ്റം പറയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു നോക്ക് കുത്തിയാകാണ് അവസാനം വാപ്പ, എല്ലാവരും നിസ്സഹായനായി പോവുകയാണ് കുടുംബനാഥൻ. അങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാം ഏറെ പവിത്രമായി കാണുന്ന ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. അതിനെ ആദരവോടുകൂടി കാണാൻ എല്ലാവർക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ആർക്കേ കഴിയുള്ളൂ അറിയോ? ഇത് വിഷയത്തിന്റെ മർമ്മത്തേക്ക് നമ്മൾ വരണം. ഞാൻ പറയുന്നത്, ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ച നടക്കുന്ന. ഞാൻ പറയും, എനിക്കെന്താ അതിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് കൈ മലർത്തണ്ട. എന്താ, നമ്മളെ വീട്ടിലല്ലേ കല്യാണം നടക്കുന്നത്? നമ്മളല്ലേ ഇതിന് കാശ് ചിലവാക്കുന്നത്? നമ്മളല്ലേ ആളുകളെ വിളിച്ചു കൂട്ടുന്നത്? അവിടെ നടക്കുന്ന ഈ കാര്യം മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? മഹല്ല് കമ്മിറ്റി ശരിയാക്കട്ടെ, ഗവൺമെന്റ് ശരിയാക്കട്ടെ, നാട്ടുകാർ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കില്ല. ആ വിളക്ക് കൊളുത്തി വെക്കേണ്ടത് അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതെല്ലാവർക്കും ആ വിളക്ക് കൊളുത്തി വെക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ഈ ഒരു സംഭവങ്ങളെ പവിത്രമായി കാണാൻ എല്ലാവർക്കും കഴിയില്ല. ആർക്കേ കഴിയുള്ളൂ അറിയോ? ഇതാ ഖുർആൻ പറയുന്നുണ്ട്, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. ذَلِكَ, അത് തന്നെയാണ് കാര്യം. وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ, അല്ലാഹുവിന്റെ ശിആറുകളെ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുവാൻ കഴിയുന്നത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. ആരാണത്? ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ളവർക്ക് ഈ ചെയ്യുന്നതൊക്കെ എന്റെ മാനാഭിമാനത്തിന് വേണ്ടി ഞാൻ കടം വാങ്ങി ചെയ്യുന്നതാണെങ്കിൽ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ പോകേണ്ടി വരും എന്ന മനസ്സുള്ള തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ പടച്ച തമ്പുരാൻ ദീനിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ സുപ്രധാനമായതാണ് വിവാഹം എന്ന് പറയുന്നത്. തന്റെ മകളെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും ബറക്കത്തുള്ള ഒരു കാര്യം, അതിനൊരുപാട് നിയമങ്ങളും നിബന്ധനകളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപൂർവ്വം എന്റെ ദീന് പറഞ്ഞതുപോലെ, എന്റെ മുത്തുനബി പറഞ്ഞതുപോലെ ഞാനത് ചെയ്യും എന്ന് തീരുമാനിക്കാൻ തഖ്വയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളെ പടച്ചോനെ പിടിയൊക്കെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ട്. വേറെ ന്യായീകരണം ഒന്നും പറയണ്ട. അവിടേക്ക് തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാകണം. എങ്കിലേ ഇതൊക്കെ ശരിയാകുള്ളൂ സുഹൃത്തുക്കളെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെന്നെത്തുന്നത് മറ്റു പല സംസ്കാരത്തിലുമാണ്. എത്തിയ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഏക സിവിൽ കോഡ് വരണ്ടെന്ന് ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഏക സിവിൽ കോഡ് എന്താ? ഇവിടെ